എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് പ്രൊഫഷൻ ടാക്സ് തൊഴിൽക്കരം കെ-സ്മാർട്ടിൽ എങ്ങനെ അടയ്ക്കാം എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. തുടർന്നും കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുവാനാണ് ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും. ഷോപ്പ് ലൈസൻസ്, കടകളുടെ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിനുൾപ്പെടെ പ്രൊഫഷൻ ടാക്സ് അടച്ച രസീത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫഷൻ ടാക്സ് അടയ്ക്കാനായിട്ട് ജനറേറ്റ് ചെയ്ത ഡിമാൻഡ് നമ്പർ ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് നടത്താമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഡിമാൻഡ് ക്വിക്ക് പേ എന്നുള്ള ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ നമുക്ക് ഡിമാൻഡ് നമ്പർ കൊടുക്കുവാനുള്ള 2 കോളംസ് കാണാം. ഇവിടെ ഡിമാൻഡ് നമ്പർ എവിടെ നിന്ന് കിട്ടും എന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം. ഇത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിൽ പറഞ്ഞാൽ അവിടെ ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത് അത് എത്ര രൂപയാണെന്ന് കണക്കാക്കി ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത് നമ്പർ ഇട്ട് തരും. അത് അവിടെ തന്നെ അടയ്ക്കാനുള്ള സംവിധാനവുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓഫീസുകളിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോൺ വിളിച്ച് പറഞ്ഞ് തങ്ങളുടെ ബിൽഡിംഗ് നമ്പരൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രൊഫഷൻ ടാക്സിനുള്ള ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത് വാങ്ങിക്കുവാൻ സാധിക്കും. നമ്മുടെ സ്ഥാപനത്തിൽ, കടയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രൊഫഷൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന എന്ത് ഡിമാൻഡും, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡോഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അതിലും ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത് നമ്പർ അടിസ്ഥാനത്തിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ ലഭിക്കുന്ന നമ്പറുകളൊക്കെ, ഡിമാൻഡ് നമ്പറുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ക്വിക്ക് പേ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. ഞാനിവിടെ പ്രൊഫഷൻ ടാക്സിനുള്ള ഡിമാൻഡാണ് ജനറേറ്റ് ചെയ്ത് നമ്പർ ലഭിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു അക്ഷരം ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ ഡി എന്നുള്ള അക്ഷരം വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 കോളംസ് കാണാം. അതിൽ ആദ്യത്തെ കോളത്തിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് അവിടുന്ന് എഴുതി തരികയായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ കോളത്തിൽ എഴുതി തരുന്നതിന് 2 ഭാഗങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ടും. അതിൽ ആദ്യത്തെ ഭാഗം ആദ്യത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഉദാഹരണത്തിന് കാണിച്ചിരിക്കുന്ന നമ്പറിൽ ആദ്യത്തെ ഡി അവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത് മറ്റൊരു അക്ഷരത്തിൽ തുടങ്ങുന്ന ആദ്യത്തെ ഭാഗം ആദ്യത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ ഭാഗം ഒരു ഹൈഫൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം കാണിക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ കോളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴോട്ട് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അവിടെ താഴെ കാണുന്ന പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് ധാരാളം പേയ്മെൻറ്റ് ഗേറ്റ്വേകൾ വരുന്നുണ്ട്. ഇവിടെ ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അവിടെ പേ നൗ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തൊട്ടടുത്തത് വരികയും ചെയ്യും. പക്ഷേ ഇവിടെ ഞാൻ ഒന്നിലധികം പ്രാവശ്യം ഇങ്ങനെ കൊടുത്തിട്ടും ഇത് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. വീണ്ടും ഞാൻ നേരത്തെ നമ്മൾ ആദ്യം കൊടുത്തതുപോലെ ഡിമാൻഡ് നമ്പർ കൊടുത്ത് രണ്ടാമത് വന്നതിന് ശേഷം മാത്രമാണ് ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇവിടെ ഞാൻ SBI ഇ-പേ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോയി പേയ്മെൻറ്റ് നടത്തിയത്. അവിടെ പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിനു ശേഷം ധാരാളം പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, കാർഡ് പേയ്മെൻറ്റ്, UPI പേയ്മെൻറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അങ്ങനെ സക്സസ്ഫുള്ളായി പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമുക്കിവിടെ നിന്നും റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രൊഫഷൻ ടാക്സ് എന്നെഴുതിയിരിക്കുന്നതും ഓണറുടെ പേരും ബിൽഡിംഗ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ പേയ്മെൻറ്റ് ഹിസ്റ്ററി ആവശ്യമുണ്ടെങ്കിൽ ഹോം പേജിൽ തന്നെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്നുള്ള ടാബുണ്ട്. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ബിൽഡിംഗ് നമ്പരോ ആപ്ലിക്കേഷൻ നമ്പരോ കൊടുത്ത് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സെർച്ച് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്ത് സെർച്ച് കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കുവാൻ സാധിക്കും. മെയിൽ ID ഒക്കെ കൊടുത്തും